ഹലോ, വെൽക്കം ബാക്ക് ടു മിസ് സഞ്ചാരി സ്പീക്സ്. ഇന്നൊരു ഓഫ് ഡേ ആണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന് സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് തന്നെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ട് ഒരു സ്ഥലം വരെ പോകാം. എൻ്റെ കൂടെ വന്നാൽ ആ സ്ഥലം എവിടെയാണെന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. അപ്പം കൂടെ നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, ആൻ മെരിയയും ഉണ്ട്. ആൻ മെരിയയും കൂടെ പിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ യാത്ര തുടങ്ങാം. യാത്ര നല്ല കാട്ടിലൂടെയൊക്കെയാണ്. കാട്ടിലൂടെയൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മാലോയിലോട്ടുള്ള റോഡ് ബ്ലോക്ക് ആയതുകൊണ്ടാണ് കാട്ടിലൂടെ പോകുന്നത്. അതേപോലെ തന്നെ നമ്മൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇങ്ങോട്ടാണ് ഗൈസ്. ഇത് കണ്ടാൽ തന്നെ എനിക്ക് നല്ല സന്തോഷം ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അതായത് ഇതിൽ കയറി ഇങ്ങനെ കളിച്ച് മറിഞ്ഞ് തിമിർത്ത് നടക്കാമല്ലോ എന്നൊരു സന്തോഷമാണ്. അപ്പം വന്നതും ടോക്കൺസ് എടുത്തു. ടിക്കറ്റാണിത്. ഒരു ടോക്കൺ 3 യൂറോയാണ്. അങ്ങനെ ടോക്കൺസ് എടുത്ത് ആദ്യ റൈഡിൽ തന്നെ നമ്മൾ കയറി. ഇതാണ് ശ്രീ. ഈ കഥാപാത്രത്തിനെ മീറ്റിങ്ങിന്റെ ഇടയിൽ നിന്ന് ഞങ്ങൾ പൊക്കിയെടുത്തോണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അവൻ ഫുൾ ടൈം ഫോണിലായിരുന്നു. അപ്പം ആദ്യ റൈഡിന്റെ കലാപരിപാടികൾ സ്റ്റാർട്ടായിരിക്കുകയാണ്. പിന്നെ അവൻ അപ്പോഴും മീറ്റിങ്ങിലായിരുന്നു, പാവം. ഈ വണ്ടർലാൻഡിലും വീഗാലാൻഡിലും ഒക്കെ കാണുന്ന റൈഡില്ലേ, ആ റൈഡാണ് സംഭവം. പക്ഷേ അത്രയ്ക്ക് സേഫ് ഒന്നും അല്ല. എന്നാലും ഒത്തിരി എൻജോയ് ചെയ്തു. റീസൺ എന്താണെന്ന് പറയട്ടെ, ഒരേജ് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ, ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ. പക്ഷേ ഈ റൈഡിൻ്റെ മണ്ടയ്ക്ക് കയറിയപ്പോൾ അത്രയ്ക്ക് ഒച്ചപ്പാടായിരുന്നു. എനിക്ക് ഇവനെ കണ്ടിട്ടാണ് കുറച്ചുകൂടെ ചിരി വന്നത്. കാരണം ആ റൈഡിൻ്റെ മേലെ ഇരുന്ന് ഒരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഇവനെ സമ്മതിക്കണം. ഒത്തിരി കൗതുകത്തോടെ ഓടി ചാടി പാഞ്ഞ് കയറി ചെന്നത് അടുത്തത് ഇതിലോട്ടായിരുന്നു. ഒന്നും പറയാനില്ല സുഹൃത്തുക്കളെ, ഇരുന്നതൊക്കെ ശരി. ഞങ്ങൾക്ക് കിട്ടിയ 2 ഭ്രാന്തന്മാരായിരുന്നു ഇതിൻ്റെ ഡ്രൈവർമാർ. അതിൽ ഒരുത്തൻ ഇങ്ങനെ ഓടി ചാടി മേളി കയറിയൊക്കെയാണ് ഈ സംഭവം കറക്കി വിടുന്നത്. ഇതാണ് രണ്ടാമത്തെ ആ പ്രാന്തൻ എന്ന് ഞാൻ പറഞ്ഞത്. ഏതോ കൂടിയ സാധനം അടിച്ചിട്ടാണ് വന്ന് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് അതിൽ എങ്ങനെ നിൽക്കുന്നത് എന്നെനിക്കറിയത്തില്ല. പക്ഷെ നിൽക്കുന്ന അവൻ്റെ ആ ധൈര്യവും അവൻ്റെ ആ കഴിവും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഞങ്ങളെല്ലാവരും ഒത്തിരി എൻജോയ് ചെയ്ത റൈഡായിരുന്നു ഇത്. ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരവസ്ഥയായി. കയ്യിലിരുന്ന ടോക്കണൊക്കെ തീർന്നുകൊണ്ട് 2ാമത്തെ സെറ്റ് ടോക്കണും മേടിച്ചു. അതേപോലെ തന്നെ 2 എക്സ്ട്രാ ടോക്കൺ ആ ചേച്ചി തന്നു. താങ്ക് യു ചേച്ചി. മുമ്പേ കയറിയ റൈഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ വിചാരിച്ചു. പക്ഷേ അല്ല, ഇതാണ് എനിക്ക് കുറച്ചുകൂടെ മുമ്പത്തേക്കാളും ഇഷ്ടപ്പെട്ടത്. കാരണമൊന്നുമില്ല, എന്തോ ഒരു കുറച്ചുകൂടെ എടുത്തെറിയുന്ന ഒരു റൈഡായിരുന്നു ഇത്. പിന്നെ ഏതോ ഒരു ഭാഗ്യത്തിലാണ് ഞാൻ ഇപ്പുറത്തിരുന്നത്. കാരണം അപ്പുറത്തായിരുന്നെങ്കിൽ ഞാൻ എത്രത്തോളം ലെഫ്റ്റിലോട്ട് വന്നാലും നേരെ അവളുടെ മേത്ത് പോയി വീഴുമോ. ഇത് തിരിച്ചായിരുന്നെങ്കിൽ ഞാൻ ചമ്മന്തി ആയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചിരിച്ചോണ്ടിരുന്നത്. പിന്നെ അടുത്തത് ജയന്റ് വീൽ. ആ ജയന്റ് വീൽ വെറും ജയന്റ് വീലല്ല, അവൻ ഇങ്ങനെ എടുത്ത് കറക്കുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഞങ്ങളും കയറുന്നത്. പക്ഷെ അവൻ ഞങ്ങളെ കറക്കിയില്ല. ആ വീഡിയോ അധികം കിട്ടിയൊന്നുമില്ല, കാരണം ഫോണൊക്കെ ശ്രീയുടെ എടുത്ത് കൊടുത്തേക്കായിരുന്നു. ഈ റൈഡ്സിലൊക്കെ വരുമ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ട് എനിക്ക് തോന്നുന്ന കാര്യം എന്താണെന്ന് പറയട്ടെ, എത്ര വേണമെങ്കിലും കാറിക്കൂവാം, ആരും ഒന്നും പറയത്തില്ല. പിന്നെ ഇവൻ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത് എനിക്ക് തോന്നുന്നത് മീറ്റിങ്ങിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നുകൊണ്ടായിരിക്കും. കാരണം ഞങ്ങൾ രണ്ടുപേരും കിളി പോയ അവസ്ഥ നിൽക്കുമ്പം ഇവൻ അവിടെ കോട്ടുമായിട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ഇൻ ദ സ്കൈ എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ ചെയ്ത് അവിടെ നിൽക്കുകയായിരുന്നു. പിന്നെ ഹാർട്ടും കിഡ്നി ലങ്സും ഒക്കെ ശരീരത്തിനകത്ത് തന്നെ ഉണ്ടോ എന്ന് പോലും ഡൗട്ടായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ ഇങ്ങനെ ഞങ്ങൾ നടന്നു പോയി അടുത്ത റൈഡിലോട്ട്. അങ്ങനെ അടുത്ത റൈഡിലോട്ട് ഞാൻ ഒത്തിരി ആവേശത്തോടെയും ആഹ്ലാദത്തോടെയും ചെന്നപ്പോഴാണ് ആ സത്യം മനസ്സിലാക്കിയത്. അവർ പറഞ്ഞത് കുഞ്ഞിപ്പിള്ളേർക്കുള്ളതാണ്, 2 സൈഡിലോട്ട് മുടി കെട്ടിക്കൊണ്ട് വന്നാൽ കുഞ്ഞിപ്പിള്ളേരാവില്ല എന്ന സത്യം ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് കുറച്ച് വിഷമമായെങ്കിലും ഒത്തിരി നാൾക്ക് ശേഷം ഒത്തിരി പൊട്ടിച്ചിരിച്ചുകൊണ്ടും കൂവി കാറി ഒത്തിരി ഹാപ്പി ആയിട്ട് ഈ ഡേ സ്പെൻഡ് ചെയ്തുകൊണ്ട് ഞങ്ങൾ ഹാപ്പിയായി. നിങ്ങൾ ഹാപ്പി അല്ലേ? അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.